Good afternoon. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Okay. Prayer ആരാണ്? ഞാനാണ് മാം. തന്നോളാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Okay. Thought of the day. ഞാൻ സൈൻ ഇൻ ചെയ്യാം. Okay. ഇന്ന് സൈൻ ഇൻ ചെയ്യുന്നത് ചെറിയൊരു മോട്ടിവേഷണൽ സ്റ്റോറി വെച്ചിട്ടാണ്. അതായത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പീക്കർ, അദ്ദേഹം മറ്റേ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അദ്ദേഹം സെമിനാർ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സെമിനാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയ്യിലൊരു $20 ഒരു നോട്ട് എടുത്ത് എല്ലാവർക്കും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ആർക്കൊക്കെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വന്നിട്ടുള്ള എല്ലാവരും കൈ ഉയർത്തി. എല്ലാവർക്കും ആ പൈസ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കൈപൊക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊരാൾക്ക് തരും, പക്ഷെ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ആ പൈസേനെ ചുരുട്ടി, കൈ കൊണ്ട് നല്ലപോലെ ചുരുട്ടി. എന്നിട്ട് വീണ്ടും ഉയർത്തി കാണിച്ചു, ആർക്കൊക്കെയാണ് ഇത് ഇപ്പോഴും വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും എല്ലാവരും കൈ ഉയർത്തി. അപ്പോൾ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ നല്ല കൈ കൊണ്ട് ചുരുട്ടിയ നോട്ടിനെ താഴെ ഇട്ടിട്ട് കാലുകൊണ്ട് നല്ലപോലെ, അതായത് ഷൂ വെച്ചിട്ട് നല്ലപോലെ ഇതാക്കി. എന്നിട്ട് വീണ്ടും അതെടുത്ത് ഉയർത്തി കാണിച്ചു. അപ്പോഴും ചോദിച്ചു, ആർക്കൊക്കെയാണ് ഇത് വേണ്ടതെന്ന്. അപ്പോഴും എല്ലാവരും കൈപൊക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന് ഞാനൊരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. അതായത് ഞാൻ ഈ നോട്ടിനെ എന്തൊക്കെ ചെയ്തിട്ടും ഇതിന്റെ മൂല്യം ഒരിക്കലും കുറയാത്തത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം കാണിച്ച നോട്ടല്ല ഇപ്പൊ ഞാൻ കാണിച്ചത്. പക്ഷെ എന്നിട്ടും നിങ്ങളെ ഒരാൾ പോലും വേണ്ട എന്ന് പറഞ്ഞില്ല. ഇതിൽ അഴുക്കൊക്കെ പറ്റി അത് ചുരുണ്ടു, എന്നിട്ടും അതിന്റെ മൂല്യം കുറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ഇപ്പോഴും എല്ലാവരും കൈ ഉയർത്തി കാണിച്ചതും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞതും. അപ്പോൾ അതായത് നമ്മൾ ലൈഫിൽ ഒരുപാട് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും, ബാഡ് ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും, അറിയാതെ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളാരും നമ്മളുടെ മൂല്യം ഒരിക്കലും അവിടെ കുറയുന്നില്ല. നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തൊരു തെറ്റ് നമ്മുടെ ഭാഗത്ത് വന്നാലും അതെല്ലാം മാറ്റി നല്ലൊരു അത് മൂല്യമൊന്നും കുറയാതെ തന്നെ മുന്നോട്ട് നമ്മളെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവിടെ വേറൊരാൾക്ക് നമ്മളെപ്പോലെ ആവാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു ലെസൺ ആണ് അദ്ദേഹം അതിൽ കൂടെ പറഞ്ഞു കൊടുത്തത്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. താങ്ക് യു. സൈൻ ഇൻ ബൈ അഞ്ജന. Okay, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. നെക്സ്റ്റ് തോട്ട് ഓഫ് ദ ഡേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാം, ഞാൻ പറയാം. Every day is a new beginning. Take a deep breath, smile and start again. Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏത് പോർഷൻ ആയിരുന്നു? കമ്മ്യൂണിക്കേഷൻ അല്ലേ? Yes, ma'am.
എന്തെല്ലാം എലമെന്റ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷനില്? സെൻഡർ, ചാനല്, Message, channel, decode, feedback, noise. ഓക്കെ. അപ്പോ സെൻഡർ എന്ത് ചെയ്യുന്നു? മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, അത് ഡീകോഡ് ചെയ്തു ആ മെസ്സേജ് ചാനൽ വഴി എന്ത് ചെയ്യുന്നു? റിസീവറിന്റെ അടുത്തേക്ക് പോകുന്നു. റിസീവറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് നമ്മൾ എൻകോഡ് ചെയ്ത മെസ്സേജ് റിസീവറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ മെസ്സേജ് എൻകോഡ് ചെയ്ത് എന്തായിട്ട് മാറും? ഡീകോഡ് ചെയ്ത് കറക്റ്റ് മെസ്സേജ് ആണ് റിസീവറിന്റെ അടുത്തേക്ക് പോകുന്നത്. സോ ഇവിടെ വരുന്ന ഒരു ഡിസ്റ്റർബൻസ്, ദെൻ റിസീവർ എന്ത് ചെയ്യും? ആ മെസ്സേജ് റീഡ് ചെയ്ത് ഫീഡ്ബാക്ക് അയക്കുന്നു. ദെൻ നമുക്ക് എന്താ പറയാ, ഈ കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്റ്റർബൻസിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാരിയർ വന്നു കഴിഞ്ഞാൽ ആ ബാരിയറിനെ പറയുന്ന പേരാണ് എന്ത്? നോയ്സ്. നോയ്സ്. ഓക്കെ. ഇനി സ്റ്റെപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ വായിക്കോ? ഞാൻ വായിക്കാം മാം. വായിക്കും. Steps of communication. The word communication is derived from the Latin word community, which means common. Hence, communication is sharing common experience with others. Communication defines the process of passing idea or feelings from one person to another. Communication involves at least two persons, a sender and a receiver. One person alone cannot communicate. Only a receiver closes the communication circuit. Effective communication involves passing on ideas at both information and understanding levels. A student may hear a teacher and gather information, but not understand what has been communicated. The factors crucial to effective communication are empathy and feedback. Thank you, ma'am. ഓക്കെ. നമ്മള് പറഞ്ഞത് സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആണ്. കമ്മ്യൂണിറ്റി എന്ന വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തത്. കോമൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷെയറിംഗ് കോമൺ എക്സ്പീരിയൻസ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ദ പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയ ഓർ ഫീലിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഐഡിയാസോ ഫീലിങ്സോ ഇമോഷൻസോ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് അതെന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അത് എങ്ങനെ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ 2 പേര് കമ്പൽസറി ആയിട്ട് വേണം. 2 പേഴ്സൺ വേണം. ആദ്യത്തെ ആള് സെൻഡർ, രണ്ടാമത്തെ ആള് റിസീവർ. മെസ്സേജ് അയക്കുന്ന വ്യക്തിനെ നമ്മൾ സെൻഡർ എന്നും മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിനെ റിസീവർ എന്ന് പറയും. ദെൻ ഫീഡ്ബാക്ക് അയക്കുമ്പോൾ ഈ സെൻഡർ ആരായിട്ട് മാറും? റിസീവറും. റിസീവർ ആരായിട്ട് മാറും? സെൻഡർ റിസീവർ ആയിട്ട് മാറും. അത് ഒരു എന്താ പറയാ, കോമൺലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. റിസീവർ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. റിസീവറിന്റെ അടുത്തേക്ക് മെസ്സേജ് എത്തുമ്പോൾ അത് എന്ത് ചെയ്ത? കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ക്ലോസ് ആയി. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണ എപ്പോഴാണ്? റിസീവർ ഫീഡ്ബാക്ക് അയക്കുമ്പോൾ. അപ്പൊ റിസീവർ ആരായിട്ട് മാറും? സെൻഡർ ആയിട്ട് മാറിയിട്ട് റിസീവർ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് മെസ്സേജ് നമ്മുടെ സെൻഡർക്ക് അയക്കും, പഴയ സെൻഡർക്ക് അയക്കും. അതിന് മുമ്പ് റിസീവർ ആയി മെസ്സേജ് റീഡ് ചെയ്യും. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ആ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മെസ്സേജ് നല്ല രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം? പാസ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു വ്യക്തി, ഞാനിപ്പോ നിങ്ങളോട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാവണം. നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കില്ല, ഡൗട്ട് ഉണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ല, ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. നമ്മള് ടീച്ചേഴ്സ് എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ടീച്ചേഴ്സിനെ കേൾക്കണം. അവരിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ഗ്യാദർ ചെയ്യണം, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ ഫീഡ്ബാക്ക്. ശരിക്കും പറഞ്ഞൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഞാനൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരു സമപ്പ് പറയാൻ പറയും. ഞാനിപ്പോ ഈ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യം അതേ രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് എനിക്ക് ഉറപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് പറയാൻ പറയുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എമ്പതിയും ഫീഡ്ബാക്കും ഒരു എന്താ പറയുക ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ.
അപ്പോ സ്റ്റെപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞതാണ് സാധാരണ നമ്മൾ എന്താണ് റിസീവറിന്റെ സെൻഡറിന്റെ കയ്യിൽ നിന്നാണ് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസീവറിന്റെ അടുത്തേക്ക്. ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ എന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞാനിവിടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ആര് സ്റ്റുഡൻസ് കേൾക്കുകയും ആ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുകയും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം. ഓക്കെ, ഇതാണ് അത് അവർക്ക് മനസ്സിലായെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ്. ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വീണ്ടും ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ വീണ്ടും അത് നമ്മൾ ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത് അവർക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആരാ വായിക്കുന്നേ? കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, സജിത. Components in communication. Communication is always made with some purpose. This purpose of communication is encoded in the message and acquired to its destination, where it is decoded and response made. There are essentially, the first step is ideation by the sender, who must create an idea or choose a fact to communicate. The idea or fact is the content of communication. It is the basis of his. The second step is encoding. Here the sender organizes his idea into a series of symbols. He organizes his message to ensure rationality and coherence. In these steps, he also selects the appropriate medium. ഓക്കെ, ഇനി കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് പർപ്പസ് മേ ബി എന്താണ്, നമ്മൾ എന്താണ് ഒരു മെസ്സേജ് ആയിരിക്കും. Purpose of the communication is encode in the message and acquire destination whenever it is decode and response made. നമ്മൾ എൻകോഡ് ചെയ്ത മെസ്സേജ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്ത് അത് ആ റെസ്പോൺസ് ആ ഒരു റിസീവറിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു. ഇത് എസെൻഷ്യലി ആണ്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ ആണ്, ഐഡിയ ജനറേഷൻ ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ഫാക്ട്സ് ആണോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് ഈസ് ഐഡന്റിഫിക്കേഷൻ by the sender must create an idea or choose the fact to communicate. ഞാനിപ്പോ എന്ത് കാര്യമാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഫാക്ട് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. The idea or fact is the content of communication. ഈ ഐഡിയനെ അല്ലെങ്കിൽ ഈ മെസ്സേജിനെയാണ് നമ്മൾ കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് ഓഫ് ഹിസ് മെസ്സേജ്. നമ്മുടെ ബേസിക് ആണ് ഈ ഐഡിയയും ഫാക്ട് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ മെസ്സേജിന്റെ കണ്ടന്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഡീകോഡ് ചെയ്യും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നമ്മൾ എന്തെങ്കിലും ഡീകോഡ് ചെയ്യും. ഹിയർ ദ സെൻഡർ ഓർഗനൈസ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് മനസ്സിലൊരു കാര്യം വന്നിട്ടുണ്ട്, ഒരു ഐഡിയ വന്നിട്ടുണ്ട്, അത് ഞാൻ എങ്ങനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? എന്ത് വേണം അതിന്? ഞാൻ നിങ്ങളോട് കാര്യം എനിക്ക് പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയം എന്താണ്? ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് വേണം. അപ്പൊ ലാംഗ്വേജ് വഴിയാണ് ഞാൻ ആ കാര്യം ചെയ്യണത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. The second step is encoding. Here the sender organizes idea into a series of symbols. അപ്പൊ എനിക്കത് എഴുതിയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് മെയിൽ അയക്കുകയാണെങ്കിൽ ഞാനത് ആൽഫബറ്റ്സ്, സിംബൽസ് എന്ന് ഉദ്ദേശിക്കുന്നതോടെ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ന്യൂമറിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാനത് എന്ത് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കുന്നത്. He organizes message to ensure rationality and coherence. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി ഒക്കെ ഒരുമിച്ച് എല്ലാ കണ്ടന്റും ഉണ്ടെന്നോടൊപ്പം ഉറപ്പുവരുത്തി ഞാൻ ആ മെസ്സേജ് എന്ത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. ഇൻ ദിസ് സ്റ്റെപ്സ് ഹി ഓൾസോ സെലക്ട് അപ്രോപ്രിയേറ്റ് മീഡിയം. ഞാനിപ്പോ മെസ്സേജ് എഴുതി തയ്യാറാക്കി എന്ന് വിചാരിക്കും, ഞാൻ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കി, ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
ക്ലാസ് ഇല്ല. ഇപ്പോ നമ്മൾ ഓൺലൈനായിട്ട് കാണാത്ത ഒരു ദിവസമാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇടും ആ മെസ്സേജ് കോമൺ ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ മെസ്സേജ് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ എന്തെങ്കിലും ക്ലാസ് റൂമിലേക്ക് ഇടും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മെസ്സേജ് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഞാനിപ്പോ ഒരു അസൈൻമെന്റ് തരാനായിട്ട് ഓക്കെ ഒന്നൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു അസൈൻമെന്റ് തരണമെന്നുണ്ടായിരുന്നു. അസൈൻമെന്റ് തരാനായിട്ട് ഞാൻ വിട്ടുപോയി. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനത് വിട്ടുപോയി. ഇനി ഞാൻ കാണുന്നത് അടുത്ത ആഴ്ചയാണ്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ഒരു ഗ്യാപ്പ് വരാണ്, കുറച്ച് നാളത്തെ ഗ്യാപ്പ് വരാണ്. എനിക്ക് നിങ്ങളോട് അർജന്റ് ആയിട്ട് ഈ അസൈൻമെന്റ് കാര്യം പറയുകയും വേണം. സോ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം എന്റെ ഓർമ്മയിൽ വന്നത്. സോ ഞാൻ വേഗം എന്ത് ചെയ്യും, അത് പ്രിപ്പയർ ചെയ്യും. എന്ത്, ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അത് എന്ത് ചെയ്യും, ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, വേർഡ് യൂസ് ചെയ്തിട്ട് അത് ഫോർമാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റും, എൻ്റർ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, അത് നിങ്ങളുടെ ഗൂഗിൾ മീറ്റിലേക്ക് അയച്ചു തരാണ്. അപ്രോപ്രിയേറ്റ് മീഡിയം വഴി ഞാനത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻകോഡ് ചെയ്ത് നിങ്ങൾ റീഡ് ചെയ്യാണ്. ഡീകോഡ് ചെയ്യുന്നു, റീഡ് ചെയ്യാണ്. ഞാൻ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്താണ്, എൻകോഡ് ചെയ്ത മെസ്സേജ് ആണ്. നിങ്ങളത് റീഡ് ചെയ്യുമ്പോൾ അത് ഡീകോഡ് ആവാണ്, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവാണ്. ദെൻ നിങ്ങളത് ഇപ്പൊ ഫീഡ്ബാക്ക് ആയിട്ട് ഒരു തമ്പൊക്കെ ഇടും. ഓക്കെ എന്നുള്ളൊരു സിമ്പിളിനനുസരിച്ച് ഒരു തമ്പൊക്കെ ഇടാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി. മെസ്സേജ് ഇടൂലേ നമ്മള്, താഴെ മെസ്സേജ് ഇടും, കമന്റ് ഇടുമല്ലോ. അപ്പൊ അതിൽ ഓക്കെ എന്നാണെങ്കിൽ തമ്പ് ഇടും. നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യാം? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കമ്പോണൻസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്, ഇത്ര പ്രോപ്പർ ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓക്കെ, ഇനി ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. നമ്മളിവിടെ നടക്കുന്ന എന്താണ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് അല്ലെ? പക്ഷേ സ്പീക്കിംഗ് മാത്രമാണ്, വിഷ്വലൈസ് ചെയ്യുന്നില്ലേ. ഞാൻ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇമേജസ് കാണിച്ചു തരുന്നില്ലേ, PDF കാണിച്ചു തരുന്നുണ്ട്. ദെൻ അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എന്താ പറയാ, കമ്മ്യൂണിക്കേഷന്റെ ചാനൽസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഈ ഒരു ചാർട്ട് എടുത്തൊക്കെ കാണിച്ചു തരാണെങ്കിൽ then അതെന്താണ്, വിഷ്വലൈസ് ചെയ്യാണ് അല്ലെ? വിഷ്വലൈസ് ചെയ്യാണ്. ഡീകോഡിങ്ങിന്റെ വലിയ ഇമേജ് ആണ് കേട്ടോ. എൻകോഡിങ്, ഡീകോഡിങ് അല്ല, ഇത് വിഷ്വലൈസ് ചെയ്യാണ്. എന്നിട്ട് ഇമേജസ് എന്ത് ചെയ്യണം, കാണിച്ചു തരാണ്. ദെൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഞാനിപ്പോ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആരൊക്കെ എഴുതുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഒന്നില്ലെങ്കിൽ ടെസ്റ്റിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ലെക്ചർ നോട്ട് എഴുതുന്നുണ്ട്. ആരൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് മാം. സിമ്പിൾ ആയിട്ട് ചെറുതായിട്ട് എഴുതി വെക്കും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അത് പിന്നീട് എപ്പോഴെങ്കിലും വായിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ എഴുതി വെക്കുന്നത്. സോ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ 3 രീതിയിലാണ് നടക്കുന്നത്. ഫസ്റ്റത്തേതാണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. കാര്യങ്ങൾ പറയുന്നു, നിങ്ങളത് കേട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മളത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജിലാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ക്ലാസ് പോകുന്നത്. അപ്പൊ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ആവുന്ന ഏതാണ്, മലയാളമാണ്, മദർ ടങ് ആണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ ക്ലാസ് പോകുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളത് ലിസൺ ചെയ്യുന്നുണ്ട്. ഇനി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കി, സെൻഡർ എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു ആ മെസ്സേജ്. അത് മെസ്സേജ് ചാനൽ രൂപേണ ഡീകോഡ് ചെയ്യുന്നു. അത് ആരുടെ അടുത്തേക്ക് പോകുന്നു, റിസീവറിന്റെ അടുത്തേക്ക് പോകുന്നു. റിസീവറിന്റെ കയ്യിൽ നിന്ന് റെസ്പോൺസ് ഫീഡ്ബാക്ക് രൂപേണ ആർക്ക് പോകുന്നു, സെൻഡർക്ക് പോകുന്നു അല്ലെ? അപ്പൊ ഈ ഒരു ഇമേജ് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ. നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെസ്ക് അല്ല, നമ്മൾ എന്താ പറയുക, ബോർഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും വരച്ചൊക്കെ കാണിച്ചു കൊടുക്കും, വിഷ്വലൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഫുള്ളും എന്താണ്, PPT പ്രസന്റേഷൻ ഒക്കെ വഴിയാണ് കൂടുതൽ ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുന്നത്. പവർ പോയിന്റ് ഒക്കെ വഴി അവർക്ക് പ്രസന്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് വിഷ്വലൈസിംഗ് എന്ന് പറയുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ വരയ്ക്കണമെന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ മാപ്പാണ് വരയ്ക്കണമെങ്കിൽ ഞാൻ എന്റെ ചെറുപ്പത്തില്, ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെല്ലനേക്കാളും മുമ്പ്, ഞാൻ 9 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ ചെല്ലാൻ ചെയ്തു. എനിക്ക് മുമ്പ് സാറ് വന്നിട്ട് ബോർഡില് എന്താണ് ഇന്ത്യയുടെ മാപ്പ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കണം. അപ്പൊ എല്ലാവരും വരുന്നവര് ഈ മാപ്പ് കാണാണ്. ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. സെക്കൻഡ് അവർ ആണ് എന്ത്
സോഷ്യൽ സയൻസിന്റെ ക്ലാസ്. അപ്പൊ ഫസ്റ്റ് അവർ മലയാളമാണ്. മലയാളം ടീച്ചറിനോട് ഇത് മാറ്റിയിരുന്ന് പറയണം, സാറ് വരച്ചു വെച്ചിരിക്കുകയാണ്, മാപ്പ് ഫുൾ ആയിട്ട് വരച്ചു വെച്ചിരിക്കുക. അപ്പൊ അത് ഒരു വിഷ്വലൈസ് ചെയ്യാണ്. സാറ് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ട്, സോ അതെന്താണ് സാറ് വരച്ച് നല്ല ഭംഗിയിൽ വച്ചിരിക്കണം. ഞങ്ങളെല്ലാവരും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, അത് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എന്താ പറയാ PPT പ്രസന്റേഷൻ ഒന്നും പോസിബിൾ അല്ല. നമ്മുടെ ടെസ്റ്റിലാണെങ്കിൽ തന്നെ അത്ര ചെറുതായിട്ടല്ലേ കാണാൻ പറ്റും. നമുക്ക് ഇതിന് സാർ കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുമ്പോൾ സാറ് ഇപ്പോഴും എനിക്കത് സാറ് വരച്ച ആ ഒരു ബോർഡിൽ ആ ഒരു ഇമേജ് നമുക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരും. സാറിന്റെ എഫേർട്ട് എടുത്ത് വരച്ച് ഇന്ന സ്ഥലമാണ് ഡൽഹി, ഇന്ന സ്ഥലമാണ് കേരളം, ഇവിടെയാണ് നമ്മളുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അത് എന്താണ്, വിഷ്വലൈസ് ചെയ്യാണ്. വിഷ്വലൈസ് സാറ് ചെയ്തു. സാർ അത് വരച്ച് ഭംഗിയില് കാണിച്ചു തന്നു. ഞങ്ങള് കുട്ടികൾ എന്ത് ചെയ്തു, ഇത് ഒബ്സർവ് ചെയ്തു. ഞങ്ങൾ ഓരോരുത്തരും കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്തത് ഒബ്സർവ് ചെയ്തു, അത് മനസ്സിലാക്കി. അന്ന് ഫുള്ളും അന്ന് വൈകുന്നേരം വരെ എന്ത് ചെയ്തു, ആ ഒരു മാപ്പായിരുന്നു ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഭയങ്കര ഇത്. മറ്റു ക്ലാസ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു മാപ്പ് അവിടെ ഇങ്ങനെ കിടക്കാം, അതിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, ഒബ്സർവ് ചെയ്യും. ഇത് ഡൽഹി, ഇത് എന്താണ് കേരളം. അപ്പൊ നമുക്ക് പിന്നെ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരു മാപ്പ് ഉണ്ടാവും ഫൈനൽ എക്സാമിന്, അല്ലെ? ഫൈനൽ എക്സാമിന്റെ ഏറ്റവും അവസാനം സോഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടാവും, ഒരു മാപ്പ് തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഓർമ്മയില്ല നിങ്ങൾക്കൊക്കെ? ഇപ്പോഴും ഉണ്ട് അത്. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് എപ്പോഴും മറക്കൂല നമ്മള്. അത്രയും നല്ല രീതിയിൽ സാർ അത് വിഷ്വലൈസ് ചെയ്ത് തന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്സിലേക്ക് വരുമ്പോഴാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റിംഗ്, നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ ക്ലാസ്സിൽ ടീച്ചർ നോട്ട്സ് തരാണെങ്കിൽ ആ നോട്ട്സ് നമ്മൾ എഴുതി വെക്കുകയാണ്. ദെൻ അത് നമുക്ക് ഓർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റീഡ് ചെയ്യണം. എന്നാലാണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുള്ളൂ. നമുക്ക് നോക്കാം ഓരോ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നോക്കാം. The communication between the teacher and the student in classroom for transferring information is called the classroom communication. ഒരു ക്ലാസ് റൂമിൽ ടീച്ചറും സ്റ്റുഡൻസും നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമിങ് ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആരാ വായിക്കുന്നേ? വായിക്കാത്തവര് വായിക്കണം കേട്ടോ. എസ്റ്റർ. ഓക്കെ. Speaking and listening. The teacher speaks or give information respecting subjects or manners or moral, and the students are listening to the teacher. She should give her views in a clear manner. Here the teacher is the speaker and the students are the listeners. Speaking is one of the quickest, simplest and most direct way of communication. The ability to speak completely is a skill that can be learned. Today, teachers spend 85% of the class time speaking. ഓക്കെ, നമ്മള് ഫസ്റ്റ് പറയുന്ന ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ആദ്യം പറയുന്നത് എന്താണ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. നമ്മൾ ടീച്ചേഴ്സ് സ്പീക്ക് ചെയ്യുന്നു, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് ക്ലാസ്സിൽ മാനേഴ്സ് പ്രോപ്പർ ചെയ്യുന്നത്, എന്തൊക്കെ മോറലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നുണ്ട്, അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷീ ഷുഡ് ഗീവ് ഹർ വ്യൂസ് ഇൻ ക്ലിയർ മാനർ. എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, കുട്ടികളോട് കാര്യങ്ങൾ പറയുന്നത്. ഞാനായാലും നിങ്ങളോട് കാര്യം പറയാണ്, ഞാൻ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയാം, അത് ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഹിയർ ദ ടീച്ചേഴ്സ് ഈസ് ദ സ്പീക്കേഴ്സ്. ഇവിടെ ടീച്ചേഴ്സ് ആണ് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റുഡൻസ് ആർ ദ ലിസണേഴ്സ്. നമ്മുടെ സ്റ്റുഡൻസ് ആണ് എന്ത്, ലിസണേഴ്സ്. Speaking is one of the quickest and simplest and most direct way of communication. ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻ ദ സ്പീക്കിംഗ്. എനിക്കിപ്പോ ഒരു കാര്യം എസ്റ്ററിനോട് പറയാനില്ല, എസ്റ്റർ എന്ന പേര് പറഞ്ഞിട്ട് ഞാൻ അവളോട് കാര്യങ്ങൾ പറയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ the ability to speak completely is a skill that can be learned. നമുക്ക് സംസാരിക്കാനുള്ള സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ലേൺ ചെയ്തെടുക്കുകയാണ്. കേട്ട് ലിസൺ ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കിംഗ് ലേൺ ചെയ്യുന്നത്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നത് അങ്ങനെയല്ലേ? നിങ്ങളെ ലാംഗ്വേജ് ഇപ്പോ മലയാളം ആയാലും നമ്മള് ചെറുപ്പത്തില് കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയാ ലാംഗ്വേജ് പഠിക്കുന്നത്, അവർ കേട്ടല്ലേ പഠിക്കുന്നത്. അവരുടെ പാരന്റ്സ് എന്താണോ പറയുന്നത് ആ ലാംഗ്വേജ് ആയിരിക്കും അവർ കേട്ട് പഠിക്കുന്നത്, അല്ലെ?
കൂടുതലായിട്ട് കേട്ടാണ് പഠിക്കുന്ന ലാംഗ്വേജ്. മലയാളം നമ്മൾ അങ്ങനെ പഠിച്ചത്. ഇംഗ്ലീഷ് മാത്രം നമ്മളെ കൊണ്ട് എഴുതി പഠിപ്പിച്ചത് അല്ലെ, എഴുതി അക്ഷരങ്ങൾ എഴുതി പിന്നെയാണ് നമ്മളെ കൊണ്ട് അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് പ്രോപ്പർ അല്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് കേട്ടാണ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിലെ ഫിലിംസും അങ്ങനെ കാർട്ടൂണോ അല്ലെങ്കിൽ എന്താ പറയാ ഇംഗ്ലീഷ് നമ്മൾ കേട്ടാണ് പഠിക്കണമെങ്കിൽ നമ്മുടെ ഫ്ലുവൻസി നല്ല പെർഫെക്റ്റ് ആയിരുന്നു. മലയാളം പോലെ തന്നെ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. അതേപോലെ ഹിന്ദി ഞാൻ കേട്ടാ പഠിച്ചത്. കേട്ട് പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി എന്താ പറയാ ലാംഗ്വേജ് കേട്ട് പഠിച്ചതാണ്. കാരണം ഫിലിമുകളും അതേപോലെ സീരിയലൊക്കെ കണ്ട് ഹിന്ദി ലാംഗ്വേജ് കേട്ട് പഠിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദിയിൽ സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റും. റീഡ് ചെയ്യാനും കുഴപ്പമില്ല, സ്പീക്ക് ചെയ്യാനും പറ്റും, റീഡ് ചെയ്യാനും പറ്റും. എഴുതുമ്പോഴും മിസ്റ്റേക്ക് വരും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്താണ് പഠിക്കേണ്ടത്, കേട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്പീക്കിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടുഡേ ടീച്ചേഴ്സ് സ്പെൻഡ് 85% ടീച്ചേഴ്സ് ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാണ്, സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ലാസ്സിലെ ടൈമിൽ ഇപ്പൊ ഞാൻ 1 hour ക്ലാസ് തരാണെങ്കിൽ 1 hourൽ തോന്നുന്നു 15 minutes ഞാൻ സ്പീക്ക് ചെയ്യാണ് അല്ലെ. നിങ്ങൾ ആ 15 minutes എന്ത് ചെയ്യാണ്, ലിസൺ ചെയ്യാണ്. ബാക്കിയുള്ള 10 minutes ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ല, 2-way കമ്മ്യൂണിക്കേഷൻ. സ്പീക്കിംഗ് ആൻഡ് ലിസണിൽ 1-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എല്ലാവരും ലിസൺ ചെയ്യാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 10 minutes നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന 10 minutes അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം, ഞാൻ പോർഷൻ എടുത്തതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 85% ടുഡേ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? വീണ. വീണ, ഓക്കെ, വായിച്ചോളാം. Visualizing and observing. In this, the teacher shows some teacher aids or models for her efficient teaching, pictures, projects through film strips, etc. Here, students are the observers. They observe well and store the message in their mind. If the teacher prepares and shows paper visual things, this type of communication contains showing along with telling or explanation. The accentuate observation of what is shown rather than oral explanation. It occurs when the teacher wants to provide sensory impact and when he feels that the written or spoken words may not be effective. The methods of transmission of ideas or information through drawing, models, dramatization, demonstration, films or television are examples of this type of communication. ഓക്കെ എടാ, ഞാൻ ഇതിന് എക്സാമ്പിൾ പറഞ്ഞത് എന്തായിരുന്നു, ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ സാർ എന്ത് ചെയ്തു, എന്താണ് ഇന്ത്യയുടെ മാപ്പ് വരച്ചു തന്ന കാര്യമാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് വിഷ്വലൈസേഷന്റെ മോഡലായിട്ട് പറഞ്ഞത്. ഇപ്പോ ഇന്ന് എന്റെ ടീച്ചിങ്ങിന് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പിക്ചേഴ്സ് ഒക്കെ പ്രൊജക്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഫിലിംസിലൊക്കെ ഉള്ള പ്രൊജക്ട് പോലെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ നമ്മളിവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു കാര്യം കാണുകയാണെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നു പോകില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തില് ഇപ്പോ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോഴാണ് സാർ മാപ്പ് വരച്ചത്. അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അതെന്താണ്, നമ്മളൊരു കാര്യം കണ്ടാണ് മനസ്സിലാക്കിയത്, കണ്ടത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻ ഷോയിങ് അലോങ് വിത്ത് ടെല്ലിംഗ് ഓർ എക്സ്പ്ലനേഷൻ. നമ്മൾ ആ ഒരു കാര്യം സാർ പറഞ്ഞു തന്നത് നല്ലൊരു കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഇനി ആക്സിലേറ്റ് ഒബ്സർവേഷൻ റാദർ ദാൻ ഓൾ എക്സ്പ്ലനേഷൻ. നമ്മൾ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കുന്നത് ഒരാൾ പറഞ്ഞു തരുന്നതിനും എന്താണ് ഒരു പടി മേലെയാണ്. നമ്മളൊരു കാര്യം കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്കിത് മറക്കാണ്ടിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു A for ആപ്പിൾ എന്ന് പറയുന്നതാണോ, A for ആപ്പിൾ എന്നുള്ളത് ഒരു ആപ്പിളിന്റെ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ആയിട്ട് ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ട് A for ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവരുടെ ഓർമ്മയിലിരിക്കാം. അപ്പോ
അവരെപ്പോഴും കാണുന്നത് ഏതാണ്? ഈ ഒറിജിനൽ ആപ്പിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എ ഫോർ ആപ്പിൾ പഠിപ്പിക്കുമ്പോൾ ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്ത് കാണിക്കുകയാണെങ്കിൽ അവരത് മറക്കില്ല. ബി ഫോർ ബോൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ബോൾ എടുത്ത് എല്ലാവരുടെ കയ്യിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് അത് ഒബ്സർവ് ചെയ്യാനും ടച്ച് ചെയ്ത് നോക്കാനും അവർക്ക് അത് സെൻസ് ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റീസ് ഉണ്ട്. ദെൻ ഓറൽ എക്സ്പ്ലനേഷനേക്കാളും നല്ലത് ഒബ്സർവേഷൻ ആണ് എന്നാ പറയുന്നത്. അവിടെ മോണ്ടിസോറിയും അത് തന്നെയാണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഓറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിൽ നല്ലതാണ് അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറയുന്നത്. ടീച്ചേഴ്സ് വാണ്ട്സ് ടു പ്രൊവൈഡ് സെൻസറി ഇമ്പാക്ട്സ് when he feel that written and spoken word may not be effective. നമുക്കത് മനസ്സിലായി കുട്ടികളോട് റിട്ടേൺ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? അത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. എ ഫോർ ആപ്പിൾ, എ ഫോർ ആപ്പിൾ. ഒരു കാര്യം ചെയ്യും, ആൽഫബറ്റ്സ് എഴുതിയോ? ആൽഫബറ്റ്സ് എഴുതിയോ? എ ബി സി ഡി സാൻഡ് പേപ്പറിലല്ലേ? സാൻഡ് പേപ്പറിൽ സാൻഡ് പേപ്പറിൽ എഴുതി ചെയ്തു. സാൻഡ് പേപ്പറിൽ ചെയ്തു. ആ ചാർട്ടിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഫ്ലാഷ് കാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഫ്ലാഷ് കാർഡില്ലേ, പിക്ചർ കൊടുത്തിട്ട് എ ഫോർ ആപ്പിൾ ചാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? പേപ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചാർട്ട് ചെയ്യാൻ പറഞ്ഞില്ല മിസ്സേ, സാൻഡ് പേപ്പർ മേക്ക് ചെയ്ത് വെക്കാനേ പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ ഒരു പോർഷനിൽ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവ് ചെയ്യുന്ന ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ആൽഫബറ്റ്സ് അറിഞ്ഞിരിക്കണ്ടേ? നമ്പേഴ്സ് അറിഞ്ഞിരിക്കണ്ടേ? പിന്നെന്തൊക്കെയാണ് വേണ്ടത്? ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെന്താണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നമ്മൾ മൈ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേർഡ്സ്, അനിമൽസ്. ഓക്കെ, ഇങ്ങനെ 6 കാര്യം പറഞ്ഞു. അപ്പൊ ഈ 6 കാര്യത്തിന് ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പറ്റുമോ? കുറച്ച് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. പ്രാക്ടിക്കൽ ഏരിയാസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഓക്കെ, എന്തൊക്കെയാണ്? ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ കൂടെ വരുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം, പിന്നെ സ്മോൾ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? നല്ല വലുതാക്കിയിട്ട് വലിയൊരു ചാപ്റ്റർ ചെയ്യാം. ഓക്കെ, അത് ആൽഫബറ്റ്സ് ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ നമ്പേഴ്സ് 1 2 3 4 5 6 7 0 മുതൽ തുടങ്ങിയിട്ട് 0 1 2 3. അപ്പൊ ഓരോന്നിനും എന്തെങ്കിലും ഒരു ഇമേജ് കൂടി. 1 എന്ന് പറയുമ്പോൾ ഒരു 1 മാംഗോ കൊടുക്കാം. 2 എന്ന് പറയുമ്പോൾ 2 ആൻഡ് ഉറുമ്പിന്റെ പടം കൊടുക്കാം. വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാം. അപ്പൊ 1 2 ആൽഫബറ്റ്സും നമ്പേഴ്സും. തൽക്കാലം നിങ്ങൾ ആൽഫബറ്റ്സും നമ്പേഴ്സും എന്ത് ചെയ്യാ? പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ആൽഫബറ്റിന്റെ കൂടെ ഫോട്ടോ ഒട്ടിക്കണോ? ആൽഫബറ്റ്സിന്റെ കൂടെ അതേയുള്ള ഇത് ഷേപ്പ് ഒട്ടിക്കണമെന്നാണ്, അല്ലെങ്കിൽ എ ഫോർ ആപ്പിൾ ഒട്ടിക്കണമെന്ന് അമ്മ ചോദിച്ചേ. അത് മിസ്സേ, അത് തികയും നോക്കുമ്പോൾ എങ്ങനെയാണോ ഇപ്പൊ 3 അത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു തിങ്കിങ്ങോട് കൂടി മോനെ തൊട്ടി അല്ല പ്രിപ്പയർ ചെയ്യും. അത് ക്ലാസ്സിൽ കൊണ്ടുപോയി ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കേണ്ട വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ചാർട്ട് കൊണ്ടുപോയി എനിക്ക് കുട്ടികളെ കൊണ്ട് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പറ്റണം എന്ന് ഉറപ്പ് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ അത് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇമേജ് വേണം. അതിന്റെ കൂട്ടത്തിൽ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിന്റെ സ്പെല്ലിങ്ങും അതിനകത്ത് ആഡ് ചെയ്ത് ചെയ്യാം. ആപ്പിളിന്റെ പിക്ചർ കൊടുക്കുക. പിക്ചർ കൊടുക്കുകയായിരുന്നു നല്ലത്. പിക്ചറും ആപ്പിളിന് കൊടുക്കുക. പിക്ചർ കൊടുക്കുകയായിരിക്കും നല്ലത്. ഓരോ ലെറ്ററും ഓരോ ചാർട്ട് വീതം അങ്ങനെയാണോ? മനസ്സിലായില്ല. അല്ലടാ, അത് ഒരുപാട് എക്സ്പെൻസീവ് ആവില്ലേ? ഒന്നോ രണ്ടോ ചാർട്ടിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. മീൻസ് ഇതെല്ലാം കൂടെ ഒന്നിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഒരു ചാർട്ടും കൂടെ വേണ്ടിയല്ലേ? ഒന്നിൽ കംപ്ലീറ്റ് ആവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ചാർട്ടിൽ തന്നെ കംപ്ലീറ്റ് ആവുമെങ്കിൽ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആകില്ല. ഇപ്പൊ ഓരോരുത്തരും എടുക്കുന്ന പ്രിന്റ് എടുക്കുന്നത് ആൽഫബറ്റ്സ് പ്രിന്റ് എടുക്കുന്ന സൈസ് അനുസരിച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന രീതി അനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതനുസരിച്ച് ചിലപ്പോ 1 2 ചാർട്ട് വേണ്ടി വരും. അപ്പൊ അത് നിങ്ങളത് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ മതിയല്ലേ? ക്യാപിറ്റൽ ലെറ്റർ മാത്രം മതിയല്ലേ? ക്യാപിറ്റൽ ലെറ്റർ മാത്രം മതിയോ? അന്ന് ക്യാപിറ്റൽ ലെറ്റർ മാത്രം മതി. മിസ് ഈ നമ്പർ കൊടുക്കുമ്പോഴേ
സീറോ എത്ര 3ാം ക്ലാസ്സിലെ ഒരു കുട്ടിയല്ലേ? അപ്പൊ ഏത് വരെയുള്ള നമ്പറാ നമ്മള് 0 to 3ാം 10 വരെ മതിയോ? ക്ലാസ്സിലല്ല, 1 to ഇത് മതി, 10 വരെ മതി. ഓക്കെ. ഇപ്പോ 1 ഒരു ആൻഡ്, ഇപ്പൊ 1 എന്നുള്ള നമ്പർ കൊടുക്കുക, ഒരു ഉറുമ്പിന്റെ പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്താ കൊടുക്കുക? ONE, പാർക്ക്. 2 എന്ന നമ്പറിൽ എഴുതി കൊടുക്കുക. 2 നമ്മുടെ സാധാരണ 2 കൊടുക്കുക. ദെൻ 2 ആൻഡ് ആണെങ്കിൽ 2 ആൻഡിനെ കൊടുക്കുക. ഇപ്പുറത്ത് TWO 2. അടുത്തത് 3 ആണെങ്കിൽ 3 ഉറുമ്പുകളെ കൊടുക്കുക, 3 ആൻഡിനെ കൊടുക്കുക. 3 സ്പെല്ലിംഗ് എഴുതാം. ദെൻ 4. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ മിസ്. ഉറുമ്പ് ഞങ്ങൾക്ക് എന്തുവാണെങ്കിലും ആക്കല്ലേ, ഫ്ലവേഴ്സോ എന്താ ഫ്ലവേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, മിഠായിയോ, കുട്ടികൾക്കൊക്കെ മിഠായിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, മിഠായിയോ ആപ്പിളോ ഓറഞ്ചോ എന്ത് വേണമെങ്കിലും ഇമേജസ് കൊടുക്കാം. മാംഗോന്റെയോ അല്ലെങ്കിൽ അങ്ങനെ അതേപോലെ ഇഷ്ടമുള്ള ഇമേജ് കൊടുക്കാം. ഞാനിപ്പോ ഒരു ഉറുമ്പിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആൽഫബറ്റ്സ് വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കാര്യം വിഷ്വലൈസ് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അതൊരിക്കലും അവരെന്ത് ചെയ്യില്ല, മറന്നു പോകില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതുമ്പോ 1 എന്ന് എഴുതുന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതണോ? 1 എന്ന് നമ്മൾ എഴുതില്ലേ, 1 ONE കൂടെ എഴുതിക്കോ. ഓക്കെ ഓക്കേടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ക്ലാസ്സിൽ എപ്പോഴോ ആദ്യം എടുത്ത സമയത്ത് ഒരു അസുഖത്തെ കുറിച്ച് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇമേജ് കാണിച്ചെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ അസുഖം മറന്നാലും ആ ഒരു അസുഖത്തിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ ലക്ഷണം മറക്കില്ല നിങ്ങൾ. ഞാൻ ചോദിച്ചു നോക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിച്ചു നോക്കാം. ഡിഫ്തീരിയ അത് ഏത് അസുഖ? അതിന്റെ ലക്ഷണം എന്താ? നല്ല പനി, നല്ല ചുമ, നിർത്താതെയുള്ള ചുമ, കുറെ കാലം ഇങ്ങനെ നിൽക്കും. അങ്ങനെയല്ല, ഡിഫ്തീരിയയുടെ ലക്ഷണം കറക്റ്റ് ആയിട്ട് ഇമേജസ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓർക്കണില്ല? പഠിപ്പിക്കണ സമയത്ത് ഇമേജ് കാണിച്ച് പഠിപ്പിച്ചായിരുന്നു. ഇമേജ് കാണിച്ചെന്നല്ലേ പഠിപ്പിച്ചേ? ഓർമ്മയില്ല? തൊണ്ടയിലുള്ള വീക്കമാണോ? വൈറ്റ് കളറില് ഈ പാട പോലത്തെ ഒന്നും ഓർമ്മയില്ല? ഉണ്ട് മാഡം, അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെള്ള കളറിലെ പാട പോലെ. പാട പോലെ. അതെന്താ പറയാഞ്ഞത്? അപ്പൊ നമ്മളൊരു കാര്യം വിഷ്വലൈസ് ചെയ്താണ് പഠിക്കണമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇവിടെ അങ്ങനെ പറയുന്നത്. നിങ്ങൾ മറക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം കുഞ്ഞു കുട്ടികളല്ലേ, അവര് പെട്ടെന്ന് മറന്നൊന്നും പോകില്ലോ. ആ ഒരു ഇമേജ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചാർട്ട് കാണിച്ചാണ് അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അത് മറന്നു പോയില്ല. അപ്പോ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും. അവർക്ക് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ അത് എന്താ പറയാ, ഡ്രോ ചെയ്ത് വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഗ്ലോബിനെ കുറിച്ചിട്ട് ക്ലാസ്സിൽ എടുത്തു കൊടുക്കാൻ പോവാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാം, ഒരു ഗ്ലോബ് കൊണ്ടുപോവാം ക്ലാസ്സിലേക്ക്. ഗ്ലോബ് കാണുമ്പോൾ തന്നെ എന്താണ്, ഇതാണ് നമ്മുടെ എർത്തിന്റെ മിനി വേർഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ എർത്തിനെ കുറിച്ചിട്ട് ഒരു ഇമേജ് വരാണ്. ഗ്ലോബ് കാണിക്കണം, അതിന്റെ മോഡൽ കാണിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇമേജ് എപ്പോഴും ഗ്ലോബ് എർത്ത് എന്ന് പറയുമ്പോൾ റൗണ്ടിന് കുറെ ബ്ലൂ കളറുള്ള ഒരു ഇമേജ്, ആ എന്താ പറയാ ഗോളം പോലത്തെ ആ ഒരു ഇമേജ് എപ്പോഴും വരും നമ്മുടെ മനസ്സിലേക്ക്. അതേപോലെ തന്നെ ഡ്രാമറ്റിക്കേഷൻ എന്ന് വെച്ചാൽ കുട്ടികളെ ക്ലാസ്സിലൊരു ചാപ്റ്റർ ഡ്രാമയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഓരോ കുട്ടികൾക്കും പറയേണ്ട ഡയലോഗ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ചില ഫിലിമുകളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ നമുക്കൊരു കാര്യം കുട്ടികളോട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് അതിന്റെ ഫെസിലിറ്റീസ് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. വരച്ച് പഠിപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ A4 ആപ്പിൾ എന്നുള്ളത് വരച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വരച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അത് ആപ്പിൾ ആണെന്ന്. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് വരച്ച് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം, ഡ്രോ ചെയ്ത് പഠിപ്പിക്കാം, മോഡൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം. ഇപ്പൊ A4 ആപ്പിൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആപ്പിളിന്റെ മോഡൽ ഒറിജിനൽ ആപ്പിൾ കൊണ്ടു കൊടുക്കാം. ഇനി ഫിലിമുകളിലൂടെ ടെലിവിഷൻ
പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് ടീച്ചേഴ്സും ഇമേജസും ആണ്. എന്ന് വെച്ചാൽ ഡ്രോ ചെയ്യുന്നു, മോഡൽ കാണിക്കുന്നതൊക്കെയാണ്. ഒബ്സർവ് ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. നോക്കി വായിച്ചാരെങ്കിലും ഒരാള് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. Writing and reading. To make her teacher suitable without doubt, the teacher writes her information on the blackboard legibly. Then the students are reading first and start writing in their notebooks. After that, the students submit their assignments to the teacher. She goes through it. Her, the teacher, is the reader to check whether the students will get the message right or not. If they make a mistake, she should correct them. This type of communication in the classroom guides the students to do their work carefully. Through this communication, we can easily find out how the teacher would pass her information to the students. When a teacher is shared with a class, she is not only concerned with the batch of students, but also with the entire classroom. Thank you, Miss. Okay. ഞാൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പോർഷനിൽ ഞാൻ കാര്യം പറയാം. ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്തു. അവൻ അത്യാവശ്യം സ്മാർട്ടൊക്കെയാണ്, പറഞ്ഞൊക്കെ കേൾപ്പിക്കും, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആയിട്ടൊക്കെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ എഴുതുന്നത് ബ്ലാക്ക് ബോർഡിൽ അല്ലെങ്കിൽ ബോർഡിൽ നോക്കി എഴുതിയെടുക്കുന്നത് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക്. ചിലപ്പോ സ്പെല്ലിങ് ഭയങ്കര മിസ്റ്റേക്ക്. കാരണം ബോർഡിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ആൾ എന്ത് ചെയ്യുന്നത് നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത്ര വലിയ സെന്റൻസ് ഒന്നുമല്ല, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അത് വലിയതായിട്ടുള്ള സെന്റൻസ് ഒന്നുമല്ല. പക്ഷെ അവനത് എഴുതിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് വലുതാക്കി എഴുതി. അപ്പൊ വലുതാക്കി എഴുതി കഴിഞ്ഞപ്പോ അവന് കുഴപ്പമില്ല, എന്നാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത് ബാക്ക് ബെഞ്ചിലായിരുന്നു. അപ്പൊ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിട്ട് എഴുതിച്ചു. ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിട്ട് എഴുതിച്ചപ്പോ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അവന് എന്തുണ്ട്, ഐക്ക് ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് അറിഞ്ഞൂടാ. ചൈൽഡ് വിഷ്വൽ ഇംപ്രഷൻമെന്റ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ്വൽ ഇംപ്രഷൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായത് അവന് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. കാരണം എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതിയെടുക്കുന്ന കാര്യം റീഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, റൈറ്റ് ചെയ്യാനായിട്ട്. കുട്ടികൾ അങ്ങനെയാ ചെയ്യുന്നത്. ആദ്യം അവർ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ അത് കാണാണ്, വിഷ്വലി അത് കാണാണ്, കണ്ടിട്ട് അത് റീഡ് ചെയ്യാണ്. അവർ ഓറലി റീഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാണ്, റൈറ്റ് ചെയ്യാണ് കുട്ടികൾ ചെയ്യുന്നത്. അപ്പോ നമ്മളിവിടെ അവർ ഈ റൈറ്റ് ചെയ്ത നോട്ട്ബുക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യും, ചെക്ക് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും, എത്ര കുട്ടികളുണ്ടെന്നൊന്നും നോക്കണ്ട, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് എല്ലാവരുടെയും കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു കുട്ടി മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു, എന്നാലും അവൻ ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. Here the teacher is the reader to check whether the students will get the message right or not. ഞാൻ ആ എഴുതിയെടുത്തിരിക്കുന്ന മെസ്സേജ് അത് കറക്റ്റ് ആയിട്ടാണോ അവർ എഴുതിയിരിക്കുന്നത് ഞാൻ ചെക്ക് ചെയ്യും. If they make any mistake, she should correct them. നമ്മൾ ഇനിയപ്പോഴത്തെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലാസ് റൂമിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ഗൈഡ് ദ സ്റ്റുഡൻസ് ടു ഡു ദെയർ വർക്ക് കെയർഫുള്ളി. കറക്റ്റ് ആയിട്ട് നോക്കി, ലൈനിൽ നോക്കി കറക്റ്റ് ആയിട്ട് അത് എഴുതിയെടുക്കാനായിട്ട് അവർ കുറച്ചുകൂടി പ്രാപ്തരാക്കുകയാണ്. Through this communication, we can easily found how the teachers found out how the teachers would pass her information to teachers. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ഹൗ ഈ രണ്ടാമത്തെ ടീച്ചേഴ്സ് കളഞ്ഞു കേട്ടോ, ഇത് കളഞ്ഞേക്കട്ടോ, അതാണ് വെട്ടിക്കളഞ്ഞേക്ക്, ഞാൻ വെട്ടിക്കളഞ്ഞേക്കാം. ഓക്കെ, ഇതൊന്നും കളഞ്ഞേക്കട്ടെ, നിങ്ങൾ വെട്ടിക്കളഞ്ഞേക്ക്. ഫൗണ്ട് പാസ് ഹർ ഇൻഫർമേഷൻ ടു സ്റ്റുഡൻസ്. ഇതിൽ നിന്നാണ് നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു നമ്മൾ നോട്ട്ബുക്ക് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്.
A teacher shared with a class. She not only concerned with the batch of students, but also the entire class. നമ്മൾ അത്രയും ബാച്ച് കുട്ടികളെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ entire ക്ലാസ്സിന് നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ ക്ലിയർ ആയോ എന്നാണ് നമ്മളോട് ഉറപ്പുവരുത്തുന്നത്. ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കും, ഒന്ന് റീഡ് ചെയ്ത് നോക്കി, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നത്. 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. നാളെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോയി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ഹയർ സെഷൻ ആണെങ്കിൽ ഈ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. അപ്പോ ഇവിടെ റൈറ്റ് ചെയ്യുന്ന കുട്ടികളാണ്, അവർ അത് വായിച്ചാണ് എഴുതുന്നത്. അത് കഴിഞ്ഞ് അത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, വീണ്ടും അത് റീഡ് ചെയ്ത് നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെ പോലെ ഓരോ ടീച്ചേഴ്സിനുണ്ട്. സോ ഇത് 3 വായിച്ചത്രേട്ടാ, സോറി. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷനും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനും വേഗം റീഡ് ചെയ്ത എല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഐഡിയേഷനും എൻകോഡിങ്ങും ഇല്ലേ, നമ്മുടെ സ്റ്റെപ്സ് ഏതാടാ? നമ്മുടെ സ്റ്റെപ്സ് വരുന്നില്ലേ, കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അത് 2 കമ്പോണന്റ് ഇല്ലേ, ഐഡിയേഷനും എൻകോഡിങ്ങും. ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയ മാത്രമുള്ളൂ, അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എൻകോഡ് ചെയ്യുന്നത്. അതെ, ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മെസ്സേജ് നമ്മൾ മൈൻഡിൽ ഒരു കാര്യം എനിക്കിപ്പോ മോനോട് പറയാനുണ്ട്, ഞാനത് എങ്ങനെ പറയുന്നുള്ളത് ഞാൻ മൈൻഡിൽ അത് എന്ത് ചെയ്യും, ഐഡിയ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാനത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജ് എൻകോഡ് ചെയ്യുന്നത്, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതെന്നാണ് എൻകോഡ് ചെയ്യാണ്. ഈ സിംബൽസും അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്തത് എൻകോഡ് ചെയ്തിട്ടാണ് ഞാൻ മോനെ ചെയ്യുന്നത്, അത് അയക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യം ക്രിയേറ്റ് ചെയ്ത് പിന്നെ എൻകോഡ് ചെയ്യുന്നത് അല്ലേ? അത് ആദ്യം ഐഡിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും, ദെൻ എൻകോഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു മെയിൽ അയക്കണം എന്ന് വിചാരിക്കും. ഞാനൊക്കെ മെയിൽ അയക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അത് ഫുള്ളായിട്ടൊന്ന് റൈറ്റ് ചെയ്യും. മെയിലിന്റെ കണ്ടന്റ് മൊത്തമായിട്ടൊന്ന് റൈറ്റ് ചെയ്ത് നോക്കും. റൈറ്റ് ചെയ്ത് എന്തെങ്കിലും റെഫ് എന്റെ ബുക്കിൽ ഞാൻ റൈറ്റ് ചെയ്തിട്ടായിരിക്കും മെയിൽ ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. മെയിൽ സെൻഡ് ചെയ്യേണ്ടത് എന്റെ മെയിൽ ടു ഫ്രം ഒക്കെ കൊടുത്ത് സബ്ജക്റ്റും കൊടുത്ത് ദെൻ ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ആ ടൈപ്പ് ചെയ്തതിന്റെ മെസ്സേജ് ഉണ്ടല്ലോ അത് നോക്കിയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നത്, എൻകോഡ് ചെയ്യുന്നത്. ഓക്കെ.
മിസ്സേ ചാർട്ട് ചെയ്യാൻ ടൈം എന്തേലും ഉണ്ടോ? ചെയ്ത് തീർക്കാൻ ചാർട്ട് വർക്ക് 2 വീക്ക് നേരത്തെ. എന്താന്നറിയോ, പെരുന്നാൾ അടുത്ത കാരണം കുറച്ച് തിരക്കേക്കാറ് മിസ്സേ. ഇതിപ്പോ നോമ്പ് ലാസ്റ്റ് എനിക്കറിയാം. അവസാനം. ഓക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് മതി കേട്ടോ. 31st അല്ല, 7th April. ഓക്കെ മിസ്സേ. ഓക്കെ ആണോ? 7th April കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തോ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ റീഡ് ചെയ്തോ? ഇനി നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ മോളി പറഞ്ഞ രീതികൾ അല്ലാതെ വേറെ രീതിയിലും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുണ്ട്. ലെക്ചർ ബേസ്ഡ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഞാനൊരു കാര്യം നിങ്ങളോട് ഇപ്പൊ ക്ലാസ്സിൽ എന്ത് ചെയ്യും, PDF ഇട്ടിട്ട് അത് റീഡ് ചെയ്ത് ഞാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. റീഡ് ചെയ്യാൻ മീനിങ് പറയാം, ദാറ്റ്സ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ പറയുന്ന മാത്രം നിങ്ങൾ എല്ലാവരും എന്താണ്, എന്റെ സ്റ്റുഡൻസ് എല്ലാവരും ലിസണേഴ്സ് ആണ്. നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ള അവസരമൊന്നുമില്ല. ദാറ്റ്സ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ആണ് ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊരു ടോപ്പിക് ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് കൂടെ അറിയുന്ന കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. നമ്മൾ അങ്ങനത്തെ ഡിസ്കഷന്റെ ബേസിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാണ്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്തെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിക്കും. ദാറ്റ്സ് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അടുത്ത കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കുട്ടികളെ തന്നെ 2-3 ഗ്രൂപ്പ് ആക്കും. എന്നിട്ട് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കി, നിങ്ങളെ തന്നെ ഞാൻ 2 ഗ്രൂപ്പ് ആക്കി. എന്നിട്ട് നിങ്ങളോട് പറയും ഫേവറബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും 2 ഗ്രൂപ്പ് ആക്കി. 44 പേര് റിജു ഒഴികെ ഞാനും പോയി കഴിഞ്ഞാൽ 42 പേര്. അപ്പൊ 21 പേരുള്ള 2 ഗ്രൂപ്പ് ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നിട്ട് പറയാണ് ഈ 21 പേര് എന്ത് ചെയ്യണം, ഒരു ടാസ്ക്, ഒരു ടീം, ബാക്കിയുള്ള 21 പേര് രണ്ടാമത്തെ ടീം. ആദ്യത്തെ ടീം നമ്മൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോൺ, കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ടുള്ള മെറിറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ പറയും. കുട്ടികളെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള മെറിറ്റ്സ്, കാരണം ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും വേണ്ടതാണ് മൊബൈൽ ഫോൺ. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ മെറിറ്റ്സ് പറയാൻ പറയും. ഓക്കെ, അടുത്ത 21 പേരോട് ഞാൻ പറഞ്ഞു മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾ 2 ടീമായിട്ട് ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഒരാൾ ഫേവറബിൾ ആയിട്ടുള്ള, ഒരു ടീം ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പറയും, രണ്ടാമത്തെ ടീം എന്ത് പറയും, അൺഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പറയും. നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ടൊരു ഡിസ്കഷനിലേക്ക്, ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകും. ദാറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊക്കെ കുഞ്ഞിലായിരുന്ന ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ടീമായിട്ട് ഇതേപോലെ ഡിസ്കഷൻ വന്നിട്ടുള്ളത്. ബോയ്സ് ഒരു ടീം, ഗേൾസ് ഒരു ടീം, എന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ പഠിച്ചിട്ടില്ലേ? അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ പോലെ തന്നെ. നെക്സ്റ്റ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് തരും. സെമിനാർ എടുക്കുന്ന രീതിയിൽ ഓരോ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ ടാസ്ക് ആയിട്ട് എടുക്കേണ്ടി വരും. അതാണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ പറയുന്നത് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ ലാബൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല, കമ്പ്യൂട്ടറിലാവട്ടെ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയുണ്ട് സയൻസ് ഗ്രൂപ്പ്? ഓക്കെ, സയൻസുകാർക്ക് അറിയാം, നമ്മൾ പല സബ്ജക്റ്റിലും ലാബുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? പ്ലസ് 1 പ്ലസ് 2 ലാബ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ പിള്ളേർക്ക് ലാബ് അങ്ങനെ ഇല്ല പോകുന്നുണ്ട്, കമ്പ്യൂട്ടർ ആണ്. പക്ഷെ പണ്ട് നമ്മൾ എങ്ങനെയാണ് സാധാരണ ലാബിൽ ചേർന്ന് അത് പ്രാക്ടിക്കലി ചെയ്യാണ്. അപ്പൊ അതാണ് മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. അവിടെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പൊ 5 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞല്ലോ ഞാനിവിടെ. ഈ 5 കമ്മ്യൂണിക്കേഷനിൽ ഏതാണ് ഞാൻ ക്ലാസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ? ലെക്ചർ ബേസ്ഡ് ആണോ, ഡിസ്കഷൻ ബേസ്ഡ് ആണോ, ഗ്രൂപ്പ് ബേസ്ഡ് ആണോ? ഓക്കെ, ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ. 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു. ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തതാണ്. അപ്പോ ഈ ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ടാസ്ക് അല്ലേ?
Okay, ma'am. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചും രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ആവാം. ഓക്കെ, ടീം ലീഡേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യാം. അപ്സ, അതേപോലെ തന്നെ മായ അവരുടെ ഒരു ടീം, പിങ്കി, എസ്റ്റർ മറ്റൊരു ടീം. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ബാക്കിയുള്ളവർ ഇപ്പൊ രണ്ട് ടീം ലീഡേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തു. ആരൊക്കെ പറഞ്ഞ പിങ്കിയും എസ്റ്ററും ഒരു ടീമില്, മായയും അപ്സയും മറ്റൊരു ടീമില്. ബാക്കിയുള്ളവരെ നിങ്ങൾ ആഡ് ഓൺ ചെയ്തോളൂ കേട്ടോ. അത് എനിക്ക് എല്ലാവരെയും ക്ലാസ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവരെ മാത്രം പറഞ്ഞത്. ബാക്കിയുള്ളവര് നിങ്ങളുടെ ടീമിലേക്ക് ആഡ് ഓൺ ആക്കിക്കോളാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം, ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാം. ഇതിനെ കുറിച്ചിട്ടാണ് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കുറിച്ചിട്ട് ഒരു ടീം. അതാരാ പറയുന്നേ? അബ്സയും മായി മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെ കുറിച്ച്. ഇന്നത്തെ ടീനേജേഴ്സിന്റെ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പല രീതിയിലേക്ക് അവർ തിരിയുന്നത് മെയിൻ കാരണം എന്താണ്? മൊബൈൽ ഫോൺ ആണ് എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് വ്യൂ ആണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ടീം പറയുന്നത്. എസ്റ്ററിന്റെ പിന്നീട് ടീം സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? മൊബൈൽ ഫോൺ ഉള്ളത് ഇന്നൊരു പരിധി വരെയും എന്താണ് കുട്ടികളെ സപ്പോർട്ടാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൽ. ഇന്നിപ്പോ ഓൺലൈൻ ടീച്ചിങ് ഇത്രയും പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ നമുക്ക് കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടായിട്ടുണ്ടെങ്കിൽ അവരവിടെ എത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോൺ ചെയ്ത് ചോദിക്കാനും കുട്ടികളെ നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളും കമ്മ്യൂണിക്കേഷൻ പോയിന്റ്സ് എഴുതിയാൽ മതി. ബാക്കിയുള്ളവര് എന്ത് ചെയ്യാം? ഇവർക്കുള്ള പോയിന്റ്സ് ഷെയർ ചെയ്യാം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീമിനോടുള്ള പോയിന്റ്സ് അവർക്ക് കൊടുക്കാം. പോയിന്റ്സ് നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ കളക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവരും ഗ്രൂപ്പിൽ എത്ര ആളുണ്ടാവണം മാം? മിനിമം എത്ര പേരുണ്ടാവണം? നമ്മളിപ്പോ ഇന്നിപ്പോ ക്ലാസ്സിൽ ഇപ്പൊ 40 പേര് 20 വച്ചൊരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞോ. ക്ലാസ്സിൽ ആരൊക്കെയാണ് നെക്സ്റ്റ് മൺഡേ ക്ലാസ്സിൽ കയറുന്നത്, അവര് ഏത് ടീമിലേക്കാണ് വരുന്നത്? നമുക്കത് നമ്പേഴ്സിന്റെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് അവർക്ക് ഷെയർ ചെയ്യാം മറ്റുള്ളവര്. മാം പറഞ്ഞ ഗ്രൂപ്പിൽ ഒരാൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ ഓൾക്ക് പോയിന്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കലാണോ ഉദ്ദേശിക്കുന്നത്? ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും അതിനുള്ള എന്ത് ചെയ്യണം? മിസ്സേ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോ ഏകദേശം പെരുന്നാളല്ലേ? നെക്സ്റ്റ് മൺഡേ ഉണ്ടാവില്ല, മിക്കവാറും ലീവ് ആയിരിക്കില്ലേ? ലീവ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ നോക്കാം മിസ്സേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള മൺഡേക്ക് നോക്കണം. എല്ലാവരും പ്ലാൻ ചെയ്യണോട്ടാ. ഇനി വരുന്ന മിസ്സിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ട് പോയിന്റുകൾ ഓരോന്ന് പറഞ്ഞു ചെയ്യാം. പറയുകയും ചെയ്യണം. കാരണം എല്ലാവരുടെ കയ്യിലും വേണം. നിങ്ങളുടെ ടീമിൽ ഇപ്പൊ എത്ര ആണ് ഒരു പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞെങ്കിൽ ഓപ്പോസിറ്റ് പറയുന്നത് ചിലപ്പോ അപ്സൈഡ് ടീമിലായിരിക്കും സന. അപ്പൊ സനയായിരിക്കും അതിന് ഓപ്പോസിറ്റ് പറയുന്നത്. ടീം ലീഡേഴ്സ് തന്നെ പറയണമെന്നൊന്നുമില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് പോയിന്റ്സ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരും പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് പോലെയാണോ മിസ്സേ? ക്വിസ് പോലെ, ഡിബേറ്റ് പോലെ കേട്ടാ. നിങ്ങളുടെ ടീം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മാം. അഞ്ജന പറഞ്ഞോടാ. The true purpose of education is to turn a closed mind into an open one. Thank you. Sign out by Anjana. Thank you all. Okay, thank you ma'am. Thank you, miss. Thank you ma'am. Thank you, ma'am.